ഗൈസ്. Your mindscape is mine to reshape. നമ്മളൊരു BR സോളോയില് ബി അടിച്ചതാണ്. അപ്പോൾ നമ്മൾ സീനയിന് മാച്ച് നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചതാണ്. മൊത്തം ഒരു പവറായിന് എന്ത് പറയാനാ ഗൈസ്, ഫുൾ സീനയിന്. അപ്പോൾ നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തു, അറിയാം, നേരം വൈകിന്നൊക്കെ അറിയാം. പിന്നെ ഞാൻ ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാൻ കുറേ കാലമായി SP ഗെയിമറിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിൻ്റെ ശേഷം കംബാക്ക്, നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ അങ്ങനെ ചില തിരക്കുകൾ കാരണം നമ്മൾ FFലൊന്നും അധികം ഇൻക്ലൂഡ് അല്ലായിരുന്നു. എനിക്ക് ഈ പ്രാവശ്യം മൊത്തം ലക്ക് ഈ ഇവോകണ്ട് കണ്ടാ, നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ പൈസ മുടക്കി എടുത്തതാണെന്ന്. വെറും അടാ ഈ യൂണിവേഴ്സ് ടോക്കൺ അല്ലേ വെറുതെ കണ്ടപ്പോൾ ഞാൻ സ്പിൻ ചെയ്തതിന്, അത് രാവിലെ അതിന് അപ്പം എനിക്ക് കിട്ടിയതാണ്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ കുറേ കാലത്തിൻ്റെ ശേഷം ഞാനൊരു 89ൻ്റെ റെഡിങ് കോഡ് വെറുതെ എടുത്തടാ. ഇവിടെ അല്ല, ഇവിടെ ഈ ഗിഫ്റ്റ് ഇതാ ഞാൻ കാണിച്ചരേ, നിങ്ങൾക്ക് കാണിച്ചരേ. ഇത് കണ്ടോ, ഈ ഭാഗത്തിൽ ഡെയിലി എനിക്ക് 30ൻ്റെ റെഡിങ് കോഡും ഇതൊക്കെ വരലുണ്ടാ, മനസ്സിലായോ? ഡെയിലി 30ൻ്റെതും അങ്ങനെ എല്ലാത്തിനും വരലുണ്ട്. 299 വെറുതെ കിട്ടും. 20ൻ്റെ ടോപ്പപ്പ് ചെയ്താൽ 299 കിട്ടും. അങ്ങനെ കുറേ ഇവൻ്റൊക്കെ വന്ന് ഞാൻ പിന്നെ വെറുതെ ടോപ്പപ്പ് ഗൂഗിൾ പേ സെറ്റാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ അധികം ടോപ്പപ്പ് ചെയ്യുന്ന കട ഒന്നുമില്ല, ഞാൻ ഇതാ എടുത്തത്. ചുമ്മാ കണ്ടപ്പോൾ എടുത്താ. എടാ അയ്യോ ഒരു മിനിറ്റടാ, ഇതെന്താ പോയി ഇതെന്തണ്ടി, ഒറ്റ മിനിറ്റ് ഗൈസ്, ഇതിപ്പോഴാണ് ഒന്ന് സെറ്റാകട്ടെ, ഒന്ന് കൂളാവും കൂൾ മാൻ. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ കണ്ടപ്പോൾ എടുത്താണ് ഗൈസ്, ചുമ്മാ കണ്ടപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്ത് സ്പിൻ ചെയ്യാനാ, ഒന്നും സ്പിൻ ചെയ്യാനില്ല, നല്ലതൊക്കെ പോയടാ, നല്ല സാധനങ്ങളൊക്കെ പോയി. വേണമെങ്കിൽ നമുക്ക് ഇനി സ്പിൻ ചെയ്യാൻ ഇതാകെ 100 ഡയമണ്ടേ ഉള്ളൂ, മനസ്സിലായ? ഇത് വെറും 100 ഉള്ളൂ. യൂണിവേഴ്സ് ഇതെന്താടാ, നിൽക്ക് ഒറ്റ മിനിറ്റ് ഗൈസ്, ഒറ്റ മിനിറ്റാ. എന്തരണ്ടി, സോറി, മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ കുറേ കാലമായല്ലോ ഗൈസ് നമ്മളൊക്കെ മീറ്റ് ചെയ്തിട്ട്. SP ഗെയിമറിൽ അന്നൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ട് പോയതാണ്. പിന്നെ FFൽ ഇപ്പോഴാണ് കയറുന്നത്. ഒരു നല്ല ബണ്ടിലില്ലടാ. ആടാ ഞാൻ ഇതായിട്ട് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട്. പിന്നല്ല ഈ പ്രാവശ്യത്തെ ഏറ്റവും മോസ്റ്റ് ലക്ക് ഇതാട്ടാ. എനിക്ക് ഈ ബണ്ടിലില്ലേ ഒരിക്കലും വേണ്ടാന്ന് വിചാരിച്ചത്. ഇത് കണ്ടാലും അറിയാം ഒരു രസമില്ല. ഇതന്നെ ഫസ്റ്റ് സ്പിന്നിൽ ഞാൻ ഇവിടെ പോയപ്പോഴല്ലേ, ഞാൻ വെറുതെ ഒരു ഇമോട്ടിന് വേണ്ടി പോയതാ. എല്ലാവരും ഈ ബണ്ടിലെടുത്ത് എല്ലാവർക്കും ഫസ്റ്റ് സ്പിന്നിലോട്ടോ കിട്ടിയെന്നാ തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് സ്പിന്നിൽ കിട്ടി. ഒറ്റ മിനിറ്റ്, നമുക്ക് ഇതൊന്ന് മാറ്റട്ടെ. BR വെറുതെ എന്തിനാ മൂഞ്ചണേ. ഇപ്പോൾ ഗൈസ് വെറുതെ നോക്കിയത് അതിന് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടി ഗൈസ്, കിട്ടി. അപ്പം ഇതാണ് എൻ്റെ FF നിലവിലുള്ള അക്കൗണ്ട്. ഞാൻ ഒരു അക്കൗണ്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നടാ, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. എടാ എൻ്റെ പ്രൈം 2 ആയില്ലേ. എടാ ഇതിങ്ങനെ ഡയമണ്ട് തോനെ ടോപ്പപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യം പ്രൈം 1 ആയിന്. എനിക്കൊരു ഡൗട്ട് ഉണ്ടടാ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടാ. ഈ പ്രൈമിലല്ലേ നമ്മളിപ്പോൾ എന്ത് ചെയ്ത്, നമ്മൾ ഇതെടുത്ത് ഡയമണ്ടൊക്കെ ക്ലെയിം ചെയ്ത് അതിൻ്റെ ശേഷമല്ലേ ഇത് കഴിഞ്ഞിട്ട് ഒറ്റ ഞാൻ എന്താ പറയണേ,
ഈ നമ്മൾ പിന്നെ ടോപ്പപ്പ് ചെയ്യാണ്ട് നിന്നാലേ ഈ പ്രൈം 1 ആവോ റീസെറ്റ് ആവോ അതെനിക്ക് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ പ്രൈം ഇപ്പോൾ 8ൽ വരെ എത്തിച്ചവർക്ക് പിന്നെ റീസെറ്റ് ആവുമോ? ഇല്ലല്ലോ, റീസെറ്റ് ആവൂലല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. റീസെറ്റ് ഒന്നും ആവില്ലല്ലോ ഗൈസ്. ഗൈസ് 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 ഇതെന്ത് ഒരു ടോപ്പ് കൂടി ചെയ്ത് അതൊക്കെ കിട്ടുമല്ലോടാ. പ്രൈം 3, പ്രൈം 4, പ്രൈം 5, പ്രൈം 8 ബ്രോ. ഏതാ ഗരീനൻ്റെ ഓരോരോ കയപ്പേ. എത്ര പൈസ മുടക്കിയാലും ഈ മൈരന് ഒരു ആർത്തി ഇല്ലേ ഗൈസ്? അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഗരീനൻ്റെ കയപ്പ് ചില്ലറ കയപ്പാണോ? ഒന്ന് പറഞ്ഞു നോക്കിയാ. പിന്നെ ഇതെനിക്ക് കുറേ കിട്ടിയാണ് ഗൈസ്. ഇതെന്താ സംഭവം? ഇത് എവിടെ സ്പിൻ ചെയ്യണോ? ഇതെന്തിനാ യൂസ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഇത് കുറേ ഞാൻ മേടിച്ച് വെച്ചാണ് വേണ്ടത്ര അങ്ങനെ. അത് എന്തിൻ്റെയാണ് ഗൈസ്? എന്തിൻ്റെ? പിന്നെ അതേപോലെ തന്നെ ഇത് കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കില്ല. ഓ പൈസ നമ്മളല്ലേ ഈ യെല്ലോ ടിക്ക് കണ്ട, നമ്മളെപ്പോഴും വിചാരിക്കും യെല്ലോ ടിക്കിൽ എന്തെങ്കിലും ഉണ്ടാവുന്നു. ലാസ്റ്റ് ഇവിടേക്ക് എത്തുമ്പോൾ പിന്നെയും മൂഞ്ചു. പിന്നെ ഗൈസ് കുറെ കാലമായല്ലോ ഗൈസ് കണ്ടിട്ട്. എല്ലാവർക്കും ഹാപ്പി ആണോ? എല്ലാവരും ഫുഡ് കഴിച്ചാ? ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷം കാംബാക്ക് ഗൈസ്. ഞാൻ ഇപ്പോൾ പക്ക നൂബായി, സത്യം അറിയാലോ. പണ്ടത്തെ ആ കളിയോടെയും പോയി കിട്ടി. പിന്നെ ഗൈസ് ഒറ്റ മിനിറ്റ്, ഇവിടെ ആരോ ഒന്ന് ഇതൊക്കെ ഒന്ന് വരാം 1 2 3. അപ്പോൾ ഗൈസ് അപ്പോൾ ഫുൾ സെറ്റ്. അപ്പോൾ ഇനി നമുക്ക് 1 ടാപ്പ് അടിക്കാം. 1 ടാപ്പ് എവിടെ കണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഴിവ് പോയടാ. പക്ഷെ നേരത്തെ ബിഹാറിൽ ബുയ്യ അടിച്ചിട്ടാ. അത് മണ്ടത്ര ഒന്നല്ല, ഫുൾ കോൺട്രോള്. ഇതിലാവുമ്പോൾ ഇത് മനസ്സിലാവില്ലടാ. ഞാൻ ഇത് ഓണാക്കുമ്പോൾ മറ്റേത് ഇവിടെ ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ സൗണ്ടൊക്കെ ഞാൻ ഓഫാക്കി വെച്ചാൽ അപ്പോൾ എനിക്ക് എനിമി വരുന്ന വയ്യ എനിക്കറിയില്ല. എന്നാലും ഇതിലാവുമ്പോൾ അറിയാം, മറ്റേലാവുമ്പോൾ തീരെ അറിയില്ല. ബാക്ക് കൂടെ ഒക്കെ വരും. കളകുണ്ണ മൂഞ്ചിക്കാൻ നടക്കുക നീര്. കണ്ട് എടാ എനിക്ക് എന്താ അറിയില്ലടാ. ഇതെന്താ ഈ സിറ്റ് അടിക്കുമ്പോൾ ഇതെന്തണ്ടി? ഓ അപ്പുറത്ത് മൂഞ്ചൻ പ്ലെയർ മൂഞ്ചി ഇതെന്ത് കൊണ്ടാ മൂമ്പിപ്പിക്കാനും വേണ്ടിയിട്ട് കുറെ. എടാ ഇങ്ങനെ വേണം അടിക്കാൻ. കുറെ നേരം ഞാൻ കുറെ നേരം സിറ്റ് ഞാൻ ഒന്നും പറയില്ല. സിറ്റ് ചെയ്ത് അടിക്കാൻ, സിറ്റഡ് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് മൂഞ്ചി. ഇപ്പം എന്ത് ചെയ്യാനാ? ഒരു 1 ടാപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കിട്ടീന്. നമ്മളങ്ങോട്ടേക്ക് എത്ര വലിയ ആളാണെങ്കിലും കുണയ്ക്കാൻ പോകരുത്. ഞാൻ മൂഞ്ചില്ലോ അതാ. മോനെ എടാ ഇതെന്താടാ? ഇത് എടാ ഞാൻ എടുക്കോ ഞെക്കിയ എൻ്റെ ഫോൺ പോയി. പിന്നെ ഗൈസ് കുറേ ആൾക്കാരൊക്കെ അറിയോ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി അറിയോ? ഇതൊക്കെ ഗരീനെ വെറുതെ കൊണ്ടുവന്നാടാ മൂഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയാലോ, ഈ ഗരീനെ ഉണ്ടക്ക് കയപ്പ്. സത്യം പറയാലോ
ഈ സാധനം കൊണ്ടുവന്നതിൻ്റെ ഒരു ഉപകാരമില്ല നമുക്ക് ഇത് ഷീൽഡാണോ അല്ല ഇത് നമുക്ക് അവിടെ പണി കിട്ടുക എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഒറ്റ മിനിറ്റ് ഗൈസ്, ഇതൊരു ഒറ്റ കാര്യം കാണിച്ചുതരാം. ഇവിടെ വല്യമ്മ എല്ലാവരും വന്നു. ഒരു മിനിറ്റ് ഒന്ന് ഓക്കെ. ഞാൻ എന്തൊക്കെ കുറേ കാലത്തിൻ്റെ ടച്ചൊക്കെ വിട്ടുട്ടാ. ഞാൻ അതാണ് സംസാരിക്കുമ്പോൾ ടോപ്പിക്ക് കിട്ടാത്തത്. എന്തൊക്കെയോ ഞാൻ പറയണേ. ഇതാ ഈ സാധനം കണ്ടോ, ഈ സാധനത്തിൽ ഓനും കുടുങ്ങിയേ. ഇത് കണ്ടോ, നമുക്ക് ഗ്ലൂ ഇടാൻ കഴിയില്ല. ഓൻ്റെ അതേ സെയിം അവസ്ഥ കണ്ടാ കാണിച്ചു തരാനും വേണ്ടി കയറിയ മയില് ഞാൻ മൂഞ്ചി. പക്ഷെ ഓൻക്ക് ഹെൽത്ത് പോവും, നമുക്ക് ഹെൽത്ത് പോവാ ഇല്ലല്ലേ? നമുക്ക് ഹെൽത്ത് പോവില്ല. പക്ഷെ ഓല് ഈ സാധനം കൊണ്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് ഹെൽത്ത് പോവും. പക്ഷെ ചങ്ങായിൻ്റെ മുടി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെ, അല്ലാണ്ട് ഇവൻ്റെ ക്യാരക്ടറൊന്നും എനിക്കിഷ്ടമായില്ല. ഇവൻ്റെ മുടി നേഴ്സില്ല, ലുക്കില്ല. ഇതൊക്കെ കണ്ടോ ഇത് മൊത്തം ഇതിൻ്റെ കൂടെ കിട്ടിയല്ല, ഈ ഹെയർ മാത്രം ആ ചെക്കൻ്റെ അത് എനിക്ക് ഇഷ്ടമായി. അതിനോണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് ഈ ക്യാരക്ടർ സ്കില്ല് ഒട്ടും ഇഷ്ടമായില്ലടാ. ഇത് മാഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പണ്ടത്തെ മൂഞ്ചി. നമുക്ക് SMAറ്റിനോട് എവിടെ വൺ ടാപ്പ് കുറയാം. എൻ്റെ ഒരു വൺ ടാപ്പ് SMAറ്റ്. ഏതാ പ്ലെയർ? ഫസ്റ്റ് കളി എന്തൊക്കെ കാണിച്ച് മൂഞ്ചെങ്കിലും സെക്കൻഡ് കളി നമ്മൾ പിടിച്ചെടുത്തു. അതാണ് പവർ അല്ല ഗൈസ്? അല്ലേ? ഞാൻ കുറേ കാലമായിട്ടാ ഇങ്ങനൊന്നും അല്ലടാ ഞാൻ കളിക്കല്. ഞാൻ സീം പ്ലെയറാടാ. ഫുൾ വൺ ടാപ്പ്, ഒരു കളിയിൽ ഫുൾ വൺ ടാപ്പ് ഒക്കെ എടുക്കും. മൂഞ്ചി വെറുതെ. എനിക്ക് എവിടുന്നാ വരുന്നതെന്നൊന്നും അറിയില്ലടാ. പണ്ടില്ലേ എയർഫോണും ഇല്ല, എയർപോഡും ഇല്ല, ഹെഡ്സെറ്റ് വെക്കില്ല, ഒന്നും ചെയ്യില്ല. സൗണ്ടും കുറച്ചിട്ട് ഫുള്ള് പാട്ടിൻ്റെ BGM ഇട്ട് കളിച്ചൊരു ഞാനാട്ടാ. ഇപ്പം ഞാൻ അങ്ങനെ അല്ലടാ. ഞാൻ ഇപ്പോൾ ഈ കറക്റ്റ് എനിക്കറിയാം ഇതിൻ്റെ സൗണ്ട് വേണമെന്നൊക്കെ. പണ്ട് ഞാൻ പാട്ടും BGM ഒക്കെ ഇട്ടിട്ട് കളിച്ചിട്ട് മൊത്തം കളി തോൽക്കടാ. അപ്പം ഞാൻ ഊഹത്തിൽ ഇത് ലോൺ വൂഫ് ആയതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് FF കയറണം. കുറേ ആയി. ഞാൻ ഫസ്റ്റ് 2-3 ട്രെയിനിങ് ഒക്കെ കളിച്ചിട്ടുണ്ട്. എന്നിട്ടും സെറ്റ് ആവണമൊന്നുമില്ല. എൻ്റെ ഹെഡ് ഷോട്ടൊന്നും അങ്ങോട്ടൊന്നും റെഡി ആവുന്നില്ല. അതാണ്. അപ്പോൾ ഗൈസ് കുറേ ടൈമായി. ഇനി നിങ്ങൾ ചാറ്റ് പറയൂ, നമുക്ക് ഇതിൽ ഏത് സ്പിൻ ചെയ്യണമെന്ന്. സ്പിന്നല്ല, സോറി. ഞാൻ ഇത് ഇങ്ങനെ വെറുതെ ഡയമണ്ട് പോവുള്ളൂ. ഇത് കണ്ട 90. ലാസ്റ്റ് ഈ ഒരു ഡയമണ്ട് ഊമ്പണ്ടി വരും. അത് 5 സ്പിന്നിനാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരു മന്തിലൂടെ എടുത്തിട്ട് ഞങ്ങളോട് ചോദിക്കണം. ഇതാ നാളെ മറ്റന്നാളെ എനിക്കൊരു ഇത് ഞാൻ നാളെ എടുക്കും. ഒരു മന്തിലെടുക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഡയമണ്ടും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇനി എയർ ഡ്രോപ്പ് വരെയായിരിക്കും. ആ എയർ ഡ്രോപ്പ് നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടും നമുക്ക്. അതിനോണ്ട് ഏത് വോവാൾട്ടാണോ അല്ലെങ്കിൽ ഏതാ സ്പിൻ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഞാൻ ഇപ്പം അടുത്ത് തന്നെ വരും. എടാ നല്ല ഗണ്ണൊക്കെ പോയടാ. ഓരോ ബണ്ണിയൊക്കെ വന്നടാ. ബണ്ണിയൊക്കെ വന്നു. പക്ഷെ ഗിരീനെ ചത്താലും നമുക്ക് തരൂല പറഞ്ഞ പോലെടാ. സത്യം പറയാല കള്ളാക്കുണ്ണ. നമുക്ക് ഇത്ര ചത്താലും തരൂലടാ ഗിരീന ഉണ്ട. തെറി ഞാൻ അലോഡല്ല. എന്നാലും ഞാൻ കുറേ കാലമായില്ലേ നിങ്ങളൊക്കെ കണ്ടിട്ട്. ഇതൊക്കെ ഏത് കണ്ണ് കളർപ്പുണ്ടാ? ടച്ചൊക്കെ വിട്ടു പോയടേ. ഇത് നമുക്ക് സ്പിൻ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ പറയട്ടോ. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കുള്ളൂ. ഞാൻ വേണേ ഈക്കൊരു മന്തിലും ആക്കിയിട്ട് ഇവിടെ ഒരു എയർ ഡ്രോപ്പ് വരുമ്പോൾ അതുകൂടി ക്ലെയിം ചെയ്തിട്ട് സെറ്റാക്കാം. ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആക്കിയിട്ട് സംസാരിക്കും. അതിനോണ്ട് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു വിക്കൊക്കെ എടുത്തിട്ട് വാടാ. ഒരു വിക്കൊക്കെ എടുക്കട്ടെ. ഒരു മിനിറ്റ്. നമ്മളെ പഴയ ഫ്രണ്ട്സുകളെ ഇപ്പോഴും ഉണ്ടോ നോക്കട്ടെ. തങ്കൻ മാസ്റ്റർ
ഇവിടെ മാസ്റ്റർ പുണ്ട മാസ്റ്റർ ഇതാരാ ഇതൊക്കാരടാ ഇതൊക്കാരടെ ഇത് റോഷിത്ത് ഈ ഗൈസ് പിന്നെ വേറൊരു കാര്യം ഈ ചങ്ങായി നമ്മൾ ഒരു വ്യൂവറാണ് റോഷിത്ത്. അപ്പോൾ മച്ചാനെ ഒന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതാണ് റോഷിത്തേട്ടൻ, മനസ്സിലായോ? ആള് ഇപ്പോഴും സ്റ്റിൽ പവറാണ്. ഇതാണ് റോഷിത്തേട്ടൻ്റെ അക്കൗണ്ടൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞിനി. പവറാണ്. നമ്മളൊരു പാവച്ചക്കനാണ്. നമ്മളെ ഒരു സ്വന്തം ഏട്ടനാണ്. എൻ്റെ കാട്ടി നല്ല വയസ്സുണ്ട്. ഒരു ചേട്ടനാണ്. നമ്മളെ റോഷിത്തേട്ടൻ എന്നൊക്കെ വിളിക്കും. അല്ല പുള്ളിക്കാരൻ എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചെടുത്താലോ. അപ്പോൾ ഗൈസ് ഇന്ത്യയിൽ ആകെ 100 എടാ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, എടാ 100 ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ലടാ. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. 100 ഡയമണ്ട് എന്ന് പറഞ്ഞതാ. നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ഒരു സാധനം കാണിച്ചു തരേ. ഇതെല്ലാം ഒന്ന് കയറേ. ഇതിലെത്ര 90. ഒരു സ്പിന്നിന് 5 സ്പിന്നിന് 90. 10ഒക്കെ ആണെങ്കിൽ ഒരു മാന്യമായ ഒരു രീതി, കുഴപ്പമില്ല, നമുക്ക് പിന്നെ കുഴപ്പമില്ല. ഇതിന് കണ്ട ഒരു സ്പിന്നിന് 9, 2 സ്പിന്നിന് 90. അങ്ങനൊക്കെ ആയടാ. ഇത് ഒരു വട്ടം സ്പിൻ ചെയ്താണ്. ഇത് കണ്ട ഇതിനും 90. ഈ ഗരീന എന്ന് പറഞ്ഞോലെ എന്തല്ലേ അവിടെ കോബ്ര ഉണ്ട്. ഇതെനിക്ക് കറക്കണമെന്നുണ്ടാ. ഇത് ഒറ്റ സ്പിന്ന് 5 സ്പിൻ ഇത് കിട്ടുള്ളൂടാ. പക്ഷേ ഒരു സ്പിന്നിന് 5 സ്പിന്നിന് 90 കൊടുക്കണം, മനസ്സിലായ? ഇത് പറയാനും വേണ്ടിയിട്ട് കൊണച്ചോണ്ടെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോഴും ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ ഒറ്റ അടിക്ക് കിട്ടി. ഇതേപോലെ ഒരു ഫ്രീ സ്പിന്ന് സ്പിന്ന് പറയും. അപ്പോൾ ഞാൻ കോബ്രൻ്റെ എനിക്ക് ഗണ്ണ് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലടാ. ഇതൊക്കെ എന്ത് മൂഞ്ചാല ഗണ്ണ് കിട്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം അറിയുമെന്നറിയില്ല, അറിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ട്രൈ ഔട്ട് എന്നുണ്ടോ, ഇത് പോയി നിൽക്കാനുണ്ടല്ലോ. നിങ്ങൾക്ക് ഗൺസൊക്കെ ട്രൈ ചെയ്യട്ടാ. അത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല, എപ്പോഴോ ഉണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞെന്നാണ്. അറിയാത്ത കുറേ ചെക്കന്മാരുണ്ടാവും, നമ്മളെ FF ഭ്രാന്തന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താടാ ചത്ത് അവിടെ ഇതെന്താടാ ചാടാ പുണ്ടാമോണേ അവിടെ സ്കില്ലൊക്കെ പോയി. എൻ്റെ സ്കില്ല് പോച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്ക് ഇറക്കാം. അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷം മച്ചന്മാരെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിട്ട് സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്നാലും യൂട്യൂബിൽ ഇനിയും വീഡിയോ ഒക്കെ ഇടണം. കണ്ടിന്യൂ ചെയ്യുമോയെന്ന് വെച്ചാൽ ഇല്ലടാ, എനിക്കിപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു ഇത് ഗിൽഡിലാണെന്ന്. നമ്മളെ മാസ്റ്ററിൻ്റെ ഗില്ലിലാണ്. പക്ഷേ ഇപ്പോൾ ആരും ഇല്ലടാ മാസ്റ്ററിൻ്റെ ഗില്ലിൽ. പണ്ട് ഇവിടെ കയറാണ്ടല്ലോ മൊത്തം ഫുള്ളാണ്, ഫുൾ. ഇപ്പോൾ ഉണ്ടോ 9 ആൾക്കാരേ ഉള്ളൂ. 45 സ്ലോട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പറ ഗൈസ്, എന്നാ കയറിക്കോളൂ. നമ്മൾ തുറന്നൊരു പിന്നെ ഗ്ലോറി പുഷ് ചെയ്യണം. അതേപോലെ തന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്ലോട്ട് നിറച്ചുണ്ട് കേട്ടോ. 45 സ്ലോട്ട് ഉണ്ട്. ഇപ്പോൾ വെറും 9 ആൾക്കാരേ ഉള്ളൂ. 9 ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ഇത് കണ്ട ഇതിൽ കാണാം. അല്ല ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിൽ വരൂ. പിന്നെ നമ്മളെ കൂടെ ഡെയിലി ഉണ്ടാവണം. ഡെയിലി വേണമെന്നില്ല, ഗ്ലോറി അത്യാവശ്യം ഉണ്ടാവണം. നമ്മളിപ്പോൾ അധികം FF ഒന്നും ഇല്ലല്ലോടാ, നമ്മൾ പരീക്ഷ ചെയ്തല്ലേ. എന്നാലും എനിക്കൊരു ഗിൽഡില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഇതിൽ കയറിയതാ. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര നേരം എന്നെ സഹിച്ച് നിന്നതിന്. അവിടെ നിങ്ങളെ കുറേ കാലത്തിൻ്റെ ശേഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ട് എയറിൽ കയറി പോയതാണ്. പിന്നെ എന്നാണ് താവുന്നത്. അപ്പോൾ ഗൈസ് ഇനി ഡു സബ്. എല്ലാവരും സബ്ബൊക്കെ അടിച്ചിട്ട് കാണണേ. പിന്നെ എൻ്റെ അനിയൻ എവിടെ? എൻ്റെ ഒരു ചേട്ടൻ അനിയൻ ഇതാണ് മറ്റേ പുള്ളിക്ക. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട്സുകളെ ഞാൻ കാണിച്ചിട്ടെ. ഒന്നാമത്തെ മൊയന്തത് റോസി ആൻറ്റി. അതേപോലെ തന്നെ എൻ്റെ റോഹിത്തേട്ടൻ ഓട്ടൻ. അയ്യോ ഇത് ബിജു ചേട്ടൻ.
ബിജോയ് ചേട്ടൻ നമ്മളങ്ങനൊന്നും പറയില്ല, മാന്യമായ ഒരാളാണ്. ഞാൻ റോഷിത്തേട്ടൻ കേട്ടാ, റോഷിത്തേട്ടൻ പൊട്ടണമെന്നല്ലടാ, ബുദ്ധില്ല. പിന്നെ ഇതിൻ്റെ മാസ്റ്റർ ചന്ദ്രൻ. എന്തൊക്കെയാ ഒരു ഫോട്ടോ എടുക്കുക. ഞാൻ കുറേ നേരം ഇങ്ങനെ കുണക്കണേ. ഒറ്റക്കുള്ള സിംഗിൾസ് മതിയോ? നമുക്കിവിടെ വേണ്ട വേണ്ട വേണ്ട, ഇത് കുണ്ടന്മാരായി പോകും. റോസി റോസി വാ. അടുത്ത ആളാരാ ഭാഗ്യവാൻ. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സൈനിങ് ആപ്പ് സൈനിങ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും മീറ്റൊക്കെ ചെയ്യണേ. എല്ലാവരും അല്ല, നിങ്ങളെ കാണണം എന്നല്ല, യൂട്യൂബിലിൻ്റെ വീഡിയോസൊക്കെ കാണില്ല. താങ്ക് യു. പിന്നെ നിങ്ങൾ സ്ഥലമൊക്കെ പറയാ, ഫുഡ് കഴിച്ചു, ഞാൻ എന്തൊക്കെയോ പറയട്ടാ, ഓവറാവുണ്ടോ ഞാൻ? ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് ബൈ 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 ബൈ. ഞാൻ ഇനി ഓവർ കൊണക്കില്ലടാ. ബൈ ടാറ്റ. പിന്നെ സബ്ബൊക്കെ അടിക്കിട്ടാ, സബ്ബൊക്കെ. പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ കാര്യം ചോദിച്ചതൊക്കെ ഒന്ന് പറയും. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പി സി ബിൽഡ് എന്തായിന്ന്. ഞാൻ ഒറ്റ കാര്യം പറയാം, അത് കുറച്ച് ടൈം എടുക്കും. കുറേ ആൾക്കാർ ചോദിച്ചോണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഞാൻ പറയല്ല. കുറേ ആൾക്കാർ വെറുപ്പിക്കുന്നുണ്ട് ചോദിച്ച്, എടാ ഇജ്ജല്ലടാ വലിയ പി സി കൊണ്ടുവരും എന്നൊക്കെ. ഞാൻ എൻ്റെ സ്കൂളത്തെ അക്കന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള നായ്ക്കളാ, നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ്. എടാ ഞാൻ എൻ്റെ പി സി ഉണ്ട്, സംഭവം ഇവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്റ്റാൻഡ് ലൈറ്റ് മറ്റേ പി സി അല്ലടാ, മോണിറ്റർ. അതേപോലെ പി സി ഇവിടെ ഉണ്ട്, മോണിറ്റർ ഇല്ലാണ്ട് പി സി എന്തിനാ മൊണ്ണേ? അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. മോണിറ്റർ ഇനി കൊണ്ടുവരണം. എനിക്ക് ഏറ്റവും നല്ലത് എന്താ പറയുക, ഗൾഫ് പോവുക, അവിടെ നിന്നായിട്ട് കൊണ്ടുവന്നാൽ മതി, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പക്ഷെ അതിനൊക്കെ എടാ അത് മനസ്സിലായ. പക്ഷെ ഇവിടുന്ന് ഫ്ലിപ്കാർട്ടിലുണ്ട്, ഞാൻ നോക്കട്ടെ. ഫ്ലിപ്കാർട്ടൊന്നും അല്ല, സോറി ഫ്ലിപ്കാർട്ടല്ല, ആമസോൺ പ്രീമിയം. നമ്മൾ പിന്നെ കുറേ ചെക്കന്മാർ വെച്ചിന് എൻ്റെ റൂംക്കാരെങ്ങനെ, റൂമിൽ നിന്ന് മീൻസ് മനസ്സിലായ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റൂമല്ല, പി സി കാര്യം ബിൽഡ് അതൊക്കെ എന്തായി ചോദിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇത്തിരി ടൈം എടുക്കും, മനസ്സിലായ. ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമോടാ? ഇത് ക്ലെയിം ചെയ്യുന്നതാണോ, ഫ്രീ ആണോ? എടാ ഇത് ഫ്രീ ആണോടാ? ക്ലെയിം ചെയ്ത് നോക്കിയല്ല കിട്ടുമോ? എടാ എൻ്റെ ടോക്കൺ എടാ എൻ്റെ ഇത് പോവുമെന്ന് എനിക്കറിയില്ല. പോയി 5 സ്റ്റിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉഡായിപ്പാണ്ടാ, ഞാൻ ഇത് ഉഡായിപ്പാട് വിചാരിച്ച്, സത്യം പറയാലോ ഇത് ഉഡായിപ്പാട് വിചാരിച്ച്. ഇനി ഡയമണ്ട് പോയിണ്ടാവുക, ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കട്ടെ, 1 മിനിറ്റ്. പോയില്ലെങ്കിൽ എനിക്കൊരു ഒന്ന് സങ്കടമാവും. പോയില്ല, ഭാഗ്യം, അത്രേ ഉള്ളൂ മച്ചു. അപ്പോൾ ഗൈസ് സന്തോഷമായി. എടാ എനിക്ക് ആ ഇമോട്ട് കിട്ടിയ, സീരിയസ്ലി എവിടെ ഇതല്ല ഇമോട്ട്? ഞാൻ പോയിന്ന് വിചാരിച്ചിട്ടാ, സീരിയസ് ബ്രോ, പോയിന്നിട്ട് വിചാരിച്ച്. പക്ഷേ ഞങ്ങളങ്ങനെ കൈ വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഗരീന ചിലപ്പോൾ ഒക്കെ എനിക്ക് നല്ലതൊക്കെ, ചിലപ്പോൾ ഊമ്പിത്രയൊക്കെ കൊണ്ടാ തേറിയൊക്കെ അയ്യേ കണ്ട അടിച്ച് ഇതിനു വേണ്ടിയിട്ട്. അയ്യേ ലോട്ട സാധനം. എന്തായാലും ഫ്രീ ഗരീന തന്നല്ലേ, എടുക്കാം. അപ്പോൾ ഗൈസ് കുറേ കാലത്തിൻ്റെ ശേഷം ക്യാം ബാക്ക്. ഞാൻ അടുത്ത വീഡിയോ എന്നായിരിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല, ഈ വീഡിയോ ഇടുമെന്ന് തന്നെ എനിക്കൊരു ഉറപ്പൊന്നുമില്ല. അപ്പോൾ ശരി, കുറേ കാലമായില്ല വീഡിയോ ഇട്ടിട്ട്. ഇതിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്നറിയാം, അതിനോണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നു ഗൈസ്. പിന്നെ ഈ ഇവകണ്ണ അറിയാം, ഞാൻ കുറേ 5000 ഡയമണ്ട് എടുത്ത് പൊട്ടിച്ചതാ ചുമ്മാ ഗൈസ്. അപ്പോൾ ജസ്റ്റ് കിറ്റിങ്. എടാ എൻ്റെ ജോക്കും പറയൊക്കെ പോയടാ. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ കുറേ കാലമായില്ല വീഡിയോ ഒക്കെ എടുത്തിട്ട്, അതിനോണ്ടുള്ള ചെറിയ പേടിയൊന്നുമല്ല, എന്നാലും സംസാരിക്കുമ്പോൾ കിട്ടില്ല ടോപ്പിക്ക്, അതിനോണ്ട് ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിർത്തിയില്ലെങ്കിൽ 1 മണിക്കൂറാവും. നിങ്ങൾ അറിയാലോ, ശോക പരിപാടിയായിരിക്കും. പിന്നെ എല്ലാവരും സ്പിന്നൊക്കെ ചെയ്യലുണ്ടോ? പിന്നെ നമ്മൾ പിന്നെ ഗൈസ്
ഞാനിനി യൂട്യൂബിൽ പൈസ പൊട്ടിച്ചാലോ? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഡെയിലി റെഡീം കോഡ് ഫ്രീ. അങ്ങനെയുണ്ട് പരിപാടി. അതെങ്ങനെ പരിപാടി? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഇല്ലെങ്കിലോ ഞാൻ റെഡീം കോഡ് ഫ്രീ ആയിട്ട് കൊടുക്കും നിങ്ങൾക്ക്. അത് എപ്പോഴാണ് അറിയോ? ലാസ്റ്റ് എൻഡിങ്ങിലേക്ക്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് കാര്യമില്ല. അടുത്ത വീഡിയോ എന്നാണ് ഇടുന്നത്? കുറച്ച് ഡിലേ ഉണ്ടാവും, എനിക്കറിയാല. ക്ലാസ് പരീക്ഷ മയില് അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഉണ്ടാവും. ഞാൻ അത് സൗണ്ട് കുറച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ തന്തി തള്ളിയൊക്കെ പെടുന്നത് അടിക്കാം അല്ല പിന്നെ. അപ്പോൾ ഗൈസ് കുറച്ചൊക്കെ ഡിലേ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനി മുതൽ ഡെയിലി ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമല്ലേ, അപ്പോൾ ഈ വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ കൊല്ലുമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടതേ. പോരെ, ആകെ ഒരു അൺബോക്സിങ് വീഡിയോ, പിന്നെ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് മൂഡ് വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ. അപ്പോൾ ശരിടാ ഗൈസ്, ബൈ ബൈ, ടാറ്റ. ഈ പാണ്ടപ്പുണ്ട കുറേ നേരമായില്ല ചൊറിയണ കുണ്ണ. ഈ പാണ്ടനെ മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയൂലേ? ഇവിടെ ഷാർക്കുണ്ട്, പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ നായ്ക്കളും ഉണ്ട്. ഇതൊക്കെ ആരും എടുത്തത്? ഇതുണ്ടോ? ഇതിപ്പോഴും ഇന്ത്യയിലുണ്ടോ? ഇതൊക്കെ അല്ലേ റയർ എന്നൊക്കെ പറയണ ലോട്ട. ഇത് നിങ്ങളതിലൊക്കെ ഉണ്ടാവോ? നിങ്ങളതിലുണ്ടാവുമോ? എല്ലാവരും ഉണ്ടാവൂലേ? ഇത് ഇപ്പോഴും മേടിക്കാൻ കഴിയുക? സ്റ്റിൽ ഇതിനിപ്പോൾ പൈസ ആയാ? പണ്ടെങ്കിൽ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരുന്നു, ഇപ്പം ആരും ഗിഫ്റ്റ് ഒന്നും അയച്ചു തരുന്നില്ല. സങ്കടമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിലല്ലേ എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നിക്കോ, കുഴപ്പമില്ല. അപ്പോൾ ചേട്ടാ ബൈ 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 ബൈ. ഞങ്ങളോട് സംസാരിപ്പിച്ച് ചടപ്പിച്ചില്ലേ? ഇതാണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. കുറേ കാലത്തിൻ്റെ ശേഷം ഇനി ഞാൻ പറയില്ല കംബാക്ക് എന്നൊന്നും. എന്നാ പിടിച്ചോടാ, എല്ലാവർക്കും ഇരിക്കട്ടെ. അപ്പോൾ ശരിടാ, ബൈ 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 ബൈ. താങ്ക് യു. കുറേ കാലമായല്ലോ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ FF വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ GTA 5 ആണെങ്കിൽ GTA 5 എന്ന് പറയുക, പെസ് ആണ് പെസ് എന്ന് പറയുക. ഞാൻ എൻ്റെ 3 ഗെയിംസ് ഉണ്ട്. ഈ GTA 5 അത് എൻ്റെ PC എത്തണം, എന്നാലും അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? എൻ്റെ പെസ്സുണ്ട്, വേണമെങ്കിൽ മറ്റേ ഒരു ഇതുണ്ട്. എൻ്റെ മോണിറ്റർ സെറ്റപ്പൊക്കെ വന്നാൽ എനിക്ക് GTA 5 കളിക്കേന്. അല്ലാണ്ട് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയൂ, കമൻറ്റ് ബോക്സിൽ പറയൂ. പിന്നെ അതേപോലെ ഡെയിലി റെഡീം കോഡ്, ഓക്കെ? ഇതൊന്നും മറക്കരുത്. നിങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്ന നായ്ക്കളെ. അപ്പോൾ ഡെയിലി റെഡീം കോഡ് കാര്യങ്ങളൊക്കെ വരുമോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ തീരുമാനം പോലെ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഡെയിലി കൊടുക്കണോ അല്ലെങ്കിൽ വീക്കിലി കൊടുക്കണോ? വീക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കണോ? പറ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ പറയൂ. അതിനല്ല കമൻറ്റ് ബോക്സ്. തെറി വിളിക്കല്ലേ, ദയവേത് തെറി വിളിക്കല്ലേ. അപ്പോൾ